ചേഞ്ച് ഓഫ് വേരിയബിളിൻ്റെ ടോപ്പിക്സ് കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂസിൻ്റെ അധികം പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിനി കണ്ടിന്യൂസ് കേസ് ചേഞ്ച് ഓഫ് വേരിയബിളിൻ്റെ കണ്ടിന്യൂസ് കേസസിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ with probability density function f of x equal to e raised to minus x 0 less than x less than infinity, find the PDF of y equal to 2x plus 5 and y equal to x cube. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്, രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ഇ റേസ് ടു മൈനസ് എക്സ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എക്സ് ക്യാൻ വേരി ഫ്രം 0 to ഇൻഫിനിറ്റി. ഇത്തരം കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് മനസ്സിലായി, PDF-ൻ്റെ ഒരു രീതി കണ്ടപ്പോൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയർ. ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, നമുക്ക് y ഗിവൺ ആയിട്ടുണ്ട്, y തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, എക്സിൻ്റെ ടേമിൽ എഴുതണം. y ഈക്വൽ ടു 2x plus 5 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എക്സിൻ്റെ ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകണം. അങ്ങനെ വരും y മൈനസ് 5 ഈക്വൽ ടു 2x എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും, y മൈനസ് 5/2 എന്നായി. ഓക്കെ, ദിസ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു y മൈനസ് 5/2. അപ്പോൾ ഇവിടെ ഞാൻ സ്മോൾ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, നമുക്ക് എഫ് ഓഫ് എക്സ് എഴുതണം. എഫ് ഓഫ് എക്സ് എന്ത് വരും, ശരിക്കും നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, y മൈനസ് 5/2. എക്സ് എന്താ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് y മൈനസ് 5/2. ഒരു ബ്രാക്കറ്റ് കൊടുത്തേക്കുക, ഇല്ലെങ്കിൽ നെഗറ്റീവിൻ്റെ ഇഷ്യൂ വരും. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതിയിരുന്നതാണ്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു, dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ dy/dx എക്സിനെയാണ് ചെയ്യുന്നത്. ഇതെന്തൊരു d/dy ഓഫ് നമ്മുടെ എക്സ് എന്താണ്, എക്സ് എന്ന് പറയുന്നത് y മൈനസ് 5/2. അപ്പം ഞാൻ y മൈനസ് 5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകണം. y മൈനസ് 5/2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സിമ്പിൾ ഡിഫറൻഷ്യേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പോകുന്നു. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തോരും, 5/2 എന്താകും, 0 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, വിത്ത് റെസ്പെക്ട് ടു y. ഇത് 0 ആയി. ഇവിടെ പിന്നെ എന്തുള്ളൂ, 1/2 ഇൻറ്റു y എന്നാണ് വരിക. y-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ എന്തായി, 1 ആയി. therefore d/dy എന്ത് വരും, d/dy ഓഫ് y/2 എന്ത് വരും, 1/2 അല്ലേ. ദെൻ നമുക്കപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മീൻസ് വാല്യൂ കൊടുക്കാൻ d/dy ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, 1/2 എന്ന് കിട്ടി. ഇത്രയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്ര സ്റ്റെപ്സേ നമുക്കുള്ളായിരുന്നു. എഫ് ഓഫ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് വൈ എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, ഫങ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ, in terms of y into modulus dx/dy. ഇതായിരുന്നു നമ്മൾ സ്റ്റെപ്പിൽ എഴുതിയിരുന്നത്, എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് y ഇൻറ്റു മോഡുലസ് dx/dy. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ഇത് എഴുതുന്നതിന് മുന്നേ റേഞ്ച് കൂടെ എഴുതി വെക്കാം. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങ് റേഞ്ച് കൊടുക്കാമല്ലോ, റേഞ്ച് കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് വൈ എഴുതുന്ന എപ്പോഴും ഒരു PDF എഴുതുമ്പോൾ ആ ഇക്വേഷൻ എഴുതുക, ദെൻ അതിൻ്റെ കൂടെ റേഞ്ച് എഴുതിയിരിക്കണം. അപ്പോൾ റേഞ്ച് കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ എഫ് ഓഫ് വൈ എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്ന പറഞ്ഞാൽ എക്സ് വേരീസ് ഫ്രം 0 to എങ്ങനെ എഴുതാം, ദ റേഞ്ച് ഓഫ് വേരിയേഷൻ ഓഫ് എക്സ് ഈസ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ വൈയുടെ റേഞ്ച് എന്തായിരിക്കും, ദെൻ y റേഞ്ചസ് എവിടെ മുതൽ, നമ്മുടെ ഇക്വേഷൻ PDF നമ്മൾ ആദ്യം y ഈക്വൽ ടു എന്താണെന്ന് എഴുതിയ, y ഈക്വൽ ടു 2x plus 5 എന്നല്ലേ എഴുതിയേ. അപ്പോൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്തൊരു, y ഈക്വൽ ടു 2 ഇൻറ്റു 0 plus 5 ദാറ്റ്സ് ഈക്വൽ ടു
y ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ലോവർ ലിമിറ്റ് എന്ത് വരും 5. ഇനി അപ്പർ എന്ത് വരും മാക്സിമം പോകാൻ പറ്റുന്ന വാല്യൂ എന്താ ഇൻഫിനിറ്റി. അപ്പോൾ എക്സിന് ഞാൻ എന്ത് കൊടുക്കുന്നു മാക്സിമം പോകാൻ പറ്റുന്ന വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അതെന്തായിരിക്കും ഇൻഫിനിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് +5 ചെയ്താൽ എന്ത് തന്നെയായിരിക്കും ഇൻഫിനിറ്റി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സൈഡിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകുന്നില്ല. പിന്നെ നോക്കുമ്പോൾ എന്താ ഏതാണെന്ന് മനസ്സിലാവണം. പിന്നെ വൈഡ് റേഞ്ച് എങ്ങനെ വന്നു എന്നുള്ളത് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ റേഞ്ചും കിട്ടി 5 to ഇൻഫിനിറ്റി അല്ലെങ്കിൽ 5 മുതൽ ഇൻഫിനിറ്റി വരെ. ഇനി ഇപ്പോൾ എഫ് ഓഫ് വൈ നമുക്ക് എഴുതാം. എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ നമ്മൾ എഴുതിയല്ലോ. എഫ് ഓഫ് എക്സ് എഴുതി ടേംസ് ഓഫ് വൈ. ഇതിനകത്ത് ടേം വൈയുടെ അല്ലേ. എഫ് ഓഫ് എക്സ് രണ്ടെണ്ണം ഉണ്ട്, പക്ഷേ ഈ എഫ് ഓഫ് എക്സ് എഴുതാൻ പാടില്ല. നമുക്ക് വൈയുടെ ടേമിലുള്ള എഫ് ഓഫ് എക്സ് ഉണ്ട്. ഇത് എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടി എഫ് ഓഫ് വൈ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബ്രാക്കറ്റ് വൈ മൈനസ് 5/2 ഇൻറ്റു മോഡുലസ് ഡി എക്സ് ബൈ ഡി വൈ. എന്താ മോഡുലസ് ഇടേണ്ട ആവശ്യമില്ല, എന്താണെങ്കിലും പോസിറ്റീവാണ്. 1/2 ഫ്രം y 5 ലെസ് ദാൻ y ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ഇച്ചിരി കൂടെ ഞാൻ നീറ്റായിട്ടൊന്ന് എഴുതാണ്. എഫ് ഓഫ് വൈ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ മൈനസ് 5/2 ഫ്രം 5 ലെസ് ദാൻ y ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇവിടെ വരെ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് വൺ എന്തായിരുന്നു y ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ y ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഇനി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് വൈ എന്ന് എഴുതാലോ. ഈ ക്യൂബ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും ക്യൂബ് റൂട്ട് ഓഫ് വൈ എന്നാണ്. അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ എക്സ് ഈക്വൽ ടു y റേസ് ടു 1/3 എന്ന് നമുക്ക് എഴുതാലോ അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എഴുതുന്നത് എക്സ് റേസ് ടു 1/2. അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തൊരു എക്സ് റേസ് ടു 1/3 എന്ന് വരും. ഓക്കെ, എക്സിൻ്റെ ടേമിൽ ഇവിടെ നമ്മൾ വൈയുടെ ടേമിലാണ് എഴുതുന്നത്. അപ്പം നമുക്ക് എക്സ് കിട്ടി എന്തായിരുന്നു y റേസ് ടു 1/3 ഓർ ക്യൂബ് റൂട്ട് ഓഫ് y. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇനി എന്തായിരുന്നു എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു ഇ റേസ് ടു എഫ് ഓഫ് എക്സ് നമ്മൾ എന്താ ഇ റേസ് ടു മൈനസ് എക്സ് എന്നായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ എക്സിന് പകരം ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇ റേസ് ടു മൈനസ് എക്സ് ആയിരുന്നു. എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം y റേസ് ടു 1/3. പവറാണ് ഇൻറ്റു 3 എന്നൊന്നും എഴുതി വെക്കരുത്. y റേസ് ടു 1/3. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ അങ്ങനെ എഫ് ഓഫ് എക്സ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് ഡി ബൈ ഡി വൈ ഓഫ് എക്സ്. നമ്മുടെ എക്സിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സിനെ വൈ വെച്ച് എക്സിനെ എക്സിൻ്റെ ടേമിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് y റേസ് ടു 1/3 അല്ലേ. y റേസ് ടു 1/3നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും അപ്പോൾ അവർ റൂൾ അനുസരിച്ച് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എന്ത് കിട്ടി 1/3 ഇൻറ്റു y റേസ് ടു 1/3 മൈനസ് 1 ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു y റേസ് ടു 1 മൈനസ് 3/1. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 3/3. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2/3. ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടി ഞാൻ സ്റ്റെപ്പ് കൂടെ നിങ്ങൾ മിസ്സാക്കരുത്. സ്റ്റെപ്പ് കൂടെ എഴുതിക്കോളൂ. y raised to 1/3. This is equal to 1/3 into y raised to minus 2/3. Next step range find out ചെയ്യണം അല്ലേ. നേരത്തെ പോലെ തന്നെ സ്റ്റെപ്പ് എഴുതുക. റേഞ്ച് ഓഫ് എക്സ് ഈസ് the range of x എന്ത് വരും 0 less than x less than infinity. അങ്ങനെയാണെങ്കിൽ വൈഡ് റേഞ്ച് എന്ത് വരും y ranges from ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ലോവർ ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് y ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലേ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ് 0 തന്നെയല്ലേ വരുന്നത്. അപ്പോൾ y varies from 0 to ഇൻഫിനിറ്റി ക്യൂബ് എന്താണ് ഇൻഫിനിറ്റി തന്നെ, പ്രത്യേകിച്ചൊന്നും കൊടുക്കാനില്ല.
സോ നമുക്കപ്പം ഫൈനലൈസ് ചെയ്ത് എഴുതാം. എന്തായിരുന്നു? എഫ് ഓഫ് വൈ ഈക്വൽ ടു, ഇക്വേഷൻസ് എപ്പോഴും എഴുതാൻ ശ്രമിക്കുക, എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ഇൻറ്റു മോഡുലസ് ഡി ബൈ ഡി വൈ ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി വൈ, whatever. That's equal to നമുക്ക് കിട്ടിയേക്കുന്ന എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ 1/3, sorry, എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ വേണമല്ലോ, ദിസ് വൺ, ഇ റേസ് ടു മൈനസ് വൈ റേസ് ടു 1/3 ഇൻറ്റു മോഡുലസ് 1/3 ഇൻറ്റു വൈ റേസ് ടു മൈനസ് 2/3. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2/3, ഇ റേസ് ടു മൈനസ് 1/3 മൈനസ് 2/3 കൂടെ എന്താകും? ഇ റേസ് ടു, സോറി അത് മാറ്റട്ടാ, വൈ ഇ റേസ് ടു വൈ മൈനസ് വൈ റേസ് ടു 1/3 വൈ റേസ് ടു മൈനസ് 2/3. ഓക്കെ, എവിടെ മുതൽ എവിടെ വരെ വാല്യൂ വേരി ചെയ്യുന്നത്? 4 വാല്യൂ വേരി ചെയ്യുന്ന 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ ഇൻഫിനിറ്റി. ആ വൈയുടെ ടേമിലാണ് എഫ് ഓഫ് വൈ ഈക്വൽ ടു. അപ്പോൾ ഇത്രയും വേണം നമ്മൾ ചെയ്യാൻ. ആൻഡ് 0 അതർവൈസ് കൊടുക്കാം കേട്ടോ, ഇതല്ലാതെ വേറെ എന്ത് വാല്യൂ വന്നാലും 0 ആയിരിക്കും. ദാറ്റ് മീൻസ് നെഗറ്റീവ് വാല്യൂസ് വന്നാൽ വൈക്ക് നെഗറ്റീവ് വാല്യൂസ് എടുത്താൽ 0 ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x is a random variable with PDF, f of x equal to 1/6 minus 3 less than x less than 3, 0 otherwise. Minus 3 ക്ക് അല്ലാതെ വേറൊന്നും വന്നാലും 0. Find the probability density function of y equal to 2x square minus 3. 2x square minus 3. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ റേഞ്ചിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, that means വേരിയേഷൻ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്ന എവിടെ മുതൽ എവിടെ വരെയാണ്? -3 മുതൽ +3 വരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് -3 മുതൽ എക്സിൻ്റെ വാല്യൂ 0 വരെ ഒരു സെക്ഷൻ. ദാറ്റ് മീൻസ് ഇവിടെ വരുമ്പം y ഈസ് ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, അതായത് എക്സിൻ്റെ വാല്യൂ -3 മുതൽ ഇതിലോട്ട് എത്തുമ്പോൾ y ഡിക്രീസിങ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം 0 മുതൽ 3 വരെ എത്തുമ്പോൾ y ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസിലൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തൊക്കെ പോയിട്ടുള്ള സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ 2 സെറ്റായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? y ഡിക്രീസിങ് ആയിട്ടുള്ളപ്പോൾ ഉള്ള PDF ഫൈൻഡ് ഔട്ട് ചെയ്യണം, y ഇൻക്രീസിങ് ആയിട്ടുള്ള കേസിലുള്ള PDF ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് y ഈക്വൽ ടു, വൈയുടെ വാല്യൂ y എന്താ തന്നിട്ടുണ്ട്? 2x² മൈനസ് 3. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? ഇവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതാണല്ലോ ചെയ്യുന്നത്, x ഫൈൻഡ് ഔട്ട് ചെയ്യാം. x എന്തോരും? x ഈക്വൽ ടു y പ്ലസ് 3/2. ആക്ച്വലി നമ്മൾ ചെയ്യുക y പ്ലസ് 3 ഈക്വൽ ടു 2x², ദെൻ y പ്ലസ് 3/2 ഈക്വൽ ടു x². അങ്ങനെയാണെങ്കിൽ ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? റേസ് ടു 1/2. അല്ലെങ്കിൽ സ്ക്വയർ കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് എടുക്കും. റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? y പ്ലസ് 3/2 ഈക്വൽ ടു x² എന്നാണ് വരുന്നത്. അപ്പോൾ സ്ക്വയർ കളയാനായിട്ട് റൂട്ട് എടുക്കുമ്പോൾ y പ്ലസ് 3/2 ഈക്വൽ ടു x. ഒന്നുകിൽ രണ്ടും റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസിൻ്റെ കേസിലാക്കുക, അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ പോലെ ഇട്ടേക്കുക. അപ്പോൾ എനിക്കിതിന് ഇങ്ങനെ എഴുതിക്കൂടെ? y പ്ലസ് 3/2 ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതാലോ. അതുകൊണ്ട് ഞാൻ x ഈക്വൽ ടു y പ്ലസ് 3/2. അപ്പോൾ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ സ്മോൾ ലെറ്റർ y കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതാം, y പ്ലസ് 3/2 ഹോൾ റേസ് ടു 1/3 അല്ല 1/2 അല്ലേ, ഹാഫ് അല്ലേ, സ്ക്വയർ റൂട്ട് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിലായിരുന്നു നമ്മൾ ക്യൂബ് റൂട്ട് ചെയ്തിരുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വരുന്നത് എന്തായിരുന്നു? എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു, എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് -3 മുതൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെൻ എക്സിൻ്റെ വാല്യൂ വെൻ -3 x 0 ആയിരിക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? 1/6 ആണ്. ദെൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു എക്സ് എന്താണ്? y + 3/2 ഹോൾ റേസ് ടു 1/2 എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. പക്ഷെ ഇവിടെ എക്സിൻ്റെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1/6 തന്നെ ഇട്ടാൽ മതിയല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 1/6 തന്നെ ആണല്ലോ. നോർമലി നമുക്ക് എങ്ങനെ വല്ല x/6 എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എക്സിന് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1/6 തന്നെ കിടക്കട്ടെ. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? d/dy ഓഫ് എക്സ്. എക്സിനെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു d/dy ഓഫ് y + 3/2 ഹോൾ റേസ് ടു 1/2. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മൊത്തത്തിലൊന്ന് ഇപ്പം x⁻² ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ ഇതിനെ മൊത്തത്തിൽ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതായത് ഈ ബ്രാക്കറ്റിലുള്ളതിനെ ഫുള്ള് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊരു x⁻² ആണെങ്കിൽ എന്ത് ചെയ്യും? 1/2 x⁻² - 1 എന്നല്ല ചെയ്യാം. അതേപോലെ മൊത്തത്തിൽ എക്സിന് പകരം നമുക്കൊരു സെറ്റ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട് y + 3/2 ഹോൾ റേസ് ടു 1/2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു 1/2 ഇൻറ്റു y + 3/2 ഹോൾ റേസ് ടു 1/2 - 1 ഇൻറ്റു ഇനി ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എന്താ? y/2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/2. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ y/2 + 3/2. ഇതിനെ സ്പ്ലിറ്റ് ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y/2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/2, 3/2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. നമുക്ക് അത്രയും കുഞ്ഞി ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന കേസൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളേ. അപ്പോൾ എന്തൊരും 1/4 1/2 1/2യുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു 1/4 y + 3/2 ഹോൾ റേസ് ടു 1/2 - 1 എന്തൊരും -1/2. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/4 ഇൻറ്റു y + 3 ഹോൾ ഡിവൈഡഡ് ബൈ 2 റേസ് ടു -1/2. ഡിഫറൻസിയേഷൻ വരെ എത്തിയതേ ഉള്ളൂ. പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി എന്താണ്? റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുക. റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് റേഞ്ച് ഓഫ് എക്സ് എന്താണ്? ഈസ് -3 x 3. വി ഹാവ് നമുക്ക് y എന്താ ഉള്ളത്? y ഈക്വൽ ടു 2x² - 3 എന്നാണല്ലോ ഉള്ളത്. അങ്ങനാണെങ്കിൽ വെൻ x ഈക്വൽ ടു -3 x -3 ആകുമ്പോൾ നമുക്ക് എന്ത് വരും? x 0 മുതലാണല്ലോ. ഓക്കെ, x -3 ആകുമ്പോൾ നമുക്ക് എന്ത് വരും? 2 × 9 - 3 ദാറ്റ്സ് ഈക്വൽ ടു 15. അപ്പോൾ ഒരു വാല്യൂ എക്സിന് കിട്ടുന്നത് 15 ആണ്. നെക്സ്റ്റ് എന്താണ്? വെൻ x ഈക്വൽ ടു 0 x 0 ആകുമ്പോൾ എന്ത് വരും? നമുക്ക് കിട്ടുന്ന അടുത്ത വാല്യൂ 0 - 3 ദാറ്റ്സ് ഈക്വൽ ടു -3 അല്ലേ വരാം. അപ്പം നമ്മൾ എഴുതേണ്ടത് എപ്പോഴും നേരെ ഓർഡർ അനുസരിച്ച് എഴുതാം. Therefore the range of y എവിടെ മുതൽ എവിടെ വരെ? 15 to -3 നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മളിങ്ങനെ പറയാം smallest to 15 വരെ റേഞ്ചും കിട്ടി. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്കിനി എന്തായിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? എഫ് ഓഫ് വൈ അല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? എഫ് ഓഫ് വൈ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ f of x in terms of y into modulus d/dy of x. അല്ലേ? That's equal to f of x in terms of y 1/6 തന്നെയായിരുന്നു. ചേഞ്ചസ് ഒന്നുമില്ല. d/dy of xന് ഇച്ചിരി ഇത് വരുന്നുണ്ട്. എന്തായിരുന്നു? 1/4 into y plus 3/2 whole raised to -1/2. എവിടെ മുതൽ എവിടെ വരെ? -3 less than x അല്ല y less than 15. ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എന്തൊരു 1/24
into y plus 3 by 2 whole raised to minus 1 by 2. Minus 3 less than y less than 50. Same pattern തന്നെ next case, second case. അതായത് increasing ആയിട്ടുള്ള 0 less than when 0 less than x less than 3 ആകുമ്പോൾ f of x എന്ത് തന്നെയാണ്? At the same time f of x equal to 1 by 6. Therefore we want to find y equal to 2x square minus 3. We want to find f of y. Already it's given that y equal to 2x square minus 3. Therefore x equal to y plus 3 by 2 whole raised to 1 by 2. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് മോഡുലസ് ഡി വൈ ബൈ ഡി എക്സും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുവരും? 1/4 ഇൻറ്റു നേരത്തെ പ്രോബ്ലത്തിൽ റെപ്പറ്റീഷൻ ആയിട്ട് ഞാനിവിടെ വീണ്ടും പറയുന്നില്ല. -1/2 ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി എഫ് ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് വൈ എന്തുവരും? 1/24 ഇൻറ്റു y plus 3 by 2 whole raised to minus 1 by 2. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? Find range of y. Then the range of y is range എന്തായിരുന്നു? 0 to 3 അല്ലേ? 0 to 3 എന്ന് പറയുമ്പോൾ range of y x varies from 0 up to 3 വരെ. y നമുക്കുണ്ടായിരുന്ന എന്തായിരുന്നു? 2x square minus 3. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? -3. അടുത്ത y 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 15 വരും. ഓക്കെ, സെയിം റേഞ്ച് -3 to 15. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. എഫ് ഓഫ് വൈ എന്ത് വരും? എഫ് ഓഫ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/24 ഇൻറ്റു y plus 3 by 2 whole raised to minus 1 by 2 from -3 less than x less than 50. അപ്പോൾ ഇത് രണ്ട് കേസുമാണ്, ഡിക്രീസിങ് ഇൻക്രീസിങ്. സോ നമുക്ക് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് എഴുതണം. രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും? then the entire range of x, the PDF is given by f of y equal to 1/24 into y plus 3 by 2 whole raised to minus 1 by 3. കാരണം നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിരുന്നത് -3 to +3 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി -3 to 0 and 0 to +3 ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, 1/24 from and y plus 3 by 2 whole raised to minus 1 by 2 from -3 less than y less than 15. രണ്ടിൻ്റെയും റേഞ്ച് സെയിം ആണ്. This is equal to 1/24 plus 1/24 and 2/24. That means 1/12. അല്ലേ? ഇങ്ങനെ എഴുതിക്കൂടെ? 2/24 into y plus 3 by 2 raised to minus 1 by 3 എന്ന് എഴുതാലോ. -3 less than y less than 15. ബാക്കി എല്ലാ ടേംസും സെയിം ആണല്ലോ. 2 times repetition, 2 into എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. So it can also written as 1/12 into y plus 3 by 2 whole raised to minus 1 by 3, where y can varies from -3 to +15. ഇതാണ് ഫൈനൽ കൺക്ലൂഷൻ, ഫൈനൽ ആൻസർ വരിക. ആൻഡ് ഫോർ പെർഫെക്ഷൻ 0 അതർവൈസ്. ഓക്കെ, ഇതുകൂടെ എഴുതിക്കോളുക. നെക്സ്റ്റ്, അപ്പോൾ ഓൾമോസ്റ്റ് കുറേ പ്രോബ്ലംസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് പ്രോബ്ലംസ് കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്താൽ മതി. നമുക്കത് ടേക്ക് കെയർ ചെയ്യാം. ഓൾമോസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ ഹാൻഡിൽ ചെയ്തിട്ടാണ് നമ്മളിത് വീഡിയോസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ.
If x is a random variable with PDF, f of x equal to 1, 0 less than x less than 1 and 0 otherwise. Find the probability density function of y equal to minus 2 log ex. Okay, log ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ലോഗാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ലോഗിൻ്റെ ഫംഗ്ഷൻ ടേം ആയിരിക്കും വരിക. കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആണെങ്കിലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. എഫ് ഓഫ് എക്സ് ഓൾറെഡി ഗിവൺ ആണല്ലോ. എന്താണ്? 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ വലിയ ടേംസ് എക്സ് വൈ ടേംസ് ഒന്നും വരുന്നെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിരിക്കും. വൈ തന്നിട്ടുണ്ട് എന്താണ്? -2 log e x. ലോഗ് ഇ ആണ്, ബേസ് ഇ ആണ് വന്നേക്കുന്നത്. ഞാൻ എടുത്ത് എഴുതുന്നില്ല. ലോഗ് 10 അത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. 10 അതുപോലെ എന്താ 2 എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് നോർമലി. ഇതിലപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ലോഗ് എക്സിൻ്റെ ടേമിലോട്ട് ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇ റേസ് ടു എടുത്താൽ ബേസ് ഇ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഈ എസ്പെഷ്യലി തന്നേക്കുന്നത്. ഇ റേസ് ടു എടുത്ത് കഴിഞ്ഞാൽ ലോഗ് മിസ്സാവുമല്ലോ, ലോഗ് പോവുമല്ലോ, -2 x എന്നാവുമല്ലോ അല്ലേ രണ്ടിടത്തും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്പൊണൻഷ്യൽ ഇത് എടുക്കുന്നു. ഇ റേസ് ടു -2 x എന്നാ ലോഗും ഇവിടെ ക്യാൻസൽ ആവുന്നു. അപ്പം നമുക്ക് ഫൈനൽ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്തോരും? ഇ റേസ് ടു -y/2 എന്നാവുന്നു. ഓക്കെ, ഇ റേസ് ടു -y/2 വന്നു. നമുക്കിനി എന്താ വേണ്ടേ? dx/dy കാൽക്കുലേറ്റ് ചെയ്യുക. therefore x നമുക്ക് കിട്ടി e raised to -y/2. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് -2നെ മാറ്റുക. y/-2 ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു ലോഗ് എക്സ് എന്നാവും. ഓക്കെ, എന്നിട്ട് ഇതിന് ശേഷം ഈ എടുക്കുക. അല്ലാതെ ചെയ്താൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്തോരും? ഇ റേസ് ടു y/-2 ഈക്വൽ ടു ലോഗ് എക്സ് എന്നാവും. ഈ ലോഗും നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ടേംസ് ആണല്ലോ, അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി, എക്സ് എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ ടേംസ് നമുക്ക് കിട്ടി. dx/dy എന്ത് വരും? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, എക്സിൻ്റെ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, y വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു -y/2 എന്ന് തന്നെ എഴുതാൽ. ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ പവറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതിൻ്റെ പവറിനെ ചെയ്യുമ്പോൾ എന്തോരും? -1/2. -y/2 ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ കിട്ടുന്നത്? -1/2. സെയിം. അപ്പോൾ ഓവറോൾ ചെയ്യണം. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൂടെ ബ്രാക്കറ്റ്സോ അല്ലെങ്കിൽ ഒരു കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. dx/dy കിട്ടിയല്ലോ. dx/dy ഇച്ചിരി കൂടെ ഒന്ന് നമുക്ക് നീറ്റായിട്ട് എഴുതുകയാണെങ്കിൽ എന്തൊരു? -1/2 e raised to -y/2. നമ്മൾ മോഡുലസ് ആണ് എടുക്കുന്നത്, അപ്പോൾ ഈ മൈനസ് അങ്ങോട്ട് പോവേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മോഡുലസ് dx/dy യുടെ ഞാൻ എഴുതി വെച്ചേക്കാം. മോഡുലസ് dx/dy ഈക്വൽ ടു 1/2 e raised to -y/2. Okay. When x equal to 0, next step is to find the range of y. X equal to 0, y എന്തോരും? Y equal to -2 log e0. That's equal to infinity. Okay, log 0 വരുമ്പോൾ ഇൻഫിനിറ്റി ആയിരിക്കും. അടുത്ത x equal to 1, y equal to എന്തോരും? -2 log 1. എക്സിന് മാക്സിമം പോകാൻ പറ്റുന്ന റേഞ്ച് എന്താണ്? 1. അതെന്ത് വരും? 0. ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. അതത്രയും കിട്ടി. നമുക്കപ്പോൾ ഇനി എഫ് ഓഫ് വൈ എഴുതാം. എഫ് ഓഫ് വൈ എന്താ? എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എഫ് ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്തോരും? 1 തന്നെ, ചേഞ്ചസ് ഒന്നുമില്ല. ഇൻറ്റു മോഡുലസ് dx/dy എന്തൊരു? ഇ റേസ് ടു -1/2 ഇൻറ്റു ഇ റേസ് ടു -y/2. That's where 0 less than x less than infinity. ഇച്ചിരി കൂടെ ഒന്ന് നീറ്റായിട്ട് എഴുതാം. 1ൻ്റെ ആവശ്യമില്ല, ഇത്ര മതി. എഫ് ഓഫ് വൈ ഈക്വൽ ടു എന്ത് വന്നു?
1/2 into e raised to minus y/2 where 0 less than x അല്ലോ നമ്മൾ yയുടെ ടേമിലല്ലേ എഴുതുന്നത്, y less than infinity. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ഒന്ന് ചെയ്ത് പഠിക്കുക. അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണിത്, ക്വസ്റ്റ്യൻസ് ആണിത്. ഒന്ന് ടേക്ക് കെയർ ചെയ്ത് നോക്കുക. ഏതെങ്കിലും കൂടുതൽ ഡിസ്കസ് ചെയ്യാനോ കൂടുതൽ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസോ വല്ലതും ഡിസ്കസ് ചെയ്യാനോ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാം. താങ്ക് യു.